നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. രഘുവിന് വേറൊരു സെറ്റപ്പ് ഉണ്ട്. അവൻ മിക്കപ്പോഴും അവളുടെ കൂടെയാ. അമ്പിളി അനുവിന്റെ വീട്ടിലുള്ളപ്പോൾ രഘു പറയും, ഞാൻ ഇന്ന് ദാസങ്ങളുടെ വീട്ടിൽ താമസിച്ചോളാം. അമ്പിളി ഇപ്പൊ പഞ്ചരത്നത്തിലായതുകൊണ്ട് അവൻ പറയാൻ പോകുന്നത് അനുവിന്റെ വീട്ടിൽ തങ്ങുന്നു എന്നായിരിക്കും. പക്ഷെ നീ അവിടെ ഉണ്ടെങ്കിൽ അത് നടക്കൂലല്ലോ. എന്റെ വിനയ, എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. രഘുവിന് വേറെ എന്ത് സെറ്റപ്പ് ഉണ്ടെന്നാ നീ പറയുന്നത്? ഒരു പെണ്ണ്, അവളുടെ ഭർത്താവ് ഏതാണ്ട് കൊലക്കേസിൽ പ്രതിയായിട്ട് ജയിലിൽ കിടക്കുക. ഒരു കൊച്ചുണ്ട്. അമ്മയും മോളെ ഇപ്പൊ നോക്കുന്നത് രഘുവാ. മതി വിനയ, നിർത്ത്. എനിക്ക് ഈ പരദൂഷണ കഥയൊന്നും കേൾക്കണ്ട. നിനക്ക് ഫുഡ് വേണം? എനിക്കൊരു പാഴ്സൽ വാങ്ങണം. ഇന്ദ്ര, നീ എവിടെ നിക്ക്. എന്താടാ? എടാ, നീ എന്നെ ഒരു പരദൂഷണക്കാരനാക്കിട്ട് അങ്ങ് പോലെ. അവളും കുഞ്ഞും ചീരു കിടന്ന ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ആ കൊച്ചിന് സുഖമില്ലാതായപ്പോ രഘുവാ അതിന്റെ ട്രീറ്റ്മെന്റ് മൊത്തം ഏറ്റെടുത്ത് നടത്തിയത്, അറിയോ? അവസാനം അമ്പിളി അച്ഛനും അത് അവിടെ വെച്ച് തന്നെ കൈയോടെ പിടിക്കുകയും ചെയ്തു. എന്നിട്ട് കൊള്ളാം. എന്റെ ഭർത്താവിന്റെ രഹസ്യ ബന്ധത്തിന് അച്ഛനും കൂട്ടാണല്ലേ? അമ്പിളി മോളെ, നീ എന്തൊക്കെ മോളേനെ അച്ഛനെ നീ ഇവളെ വിളിച്ചാ മതി, എന്നെ വിളിക്കണ്ട. ഞാൻ വിട്ടു. എനിക്കിനി ഇങ്ങനെ ഒരു ഭർത്താവില്ല. അയ്യോ മോളെ, എടി നീ എടുത്തോ. നീയും നിന്റെ മോളും കൂടി സ്വന്തമായിട്ട് എടുത്തോ ഇയാള്. വലിയ പ്രശ്നങ്ങളായിരുന്നു. ഞാനൊന്നിനും നേരിട്ട് ഇടപെടാൻ പോയില്ല. നമ്മളോട് അവരൊന്നും വിട്ടു പറയത്തുമില്ല. ഈ രഘുവിന്റെ ഇടപാടൊക്കെ ദാസങ്ങളുടെ അറിവോട് കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെല്ലാവരും കൂടി ഇടപെട്ട് സംഭവം അങ്ങ് ഒതുക്കി തന്നു. പക്ഷേ അമ്പിളി ചേച്ചിക്ക് ഇപ്പോഴും രഘുവിനോട് അതിന്റെ കലിപ്പുണ്ട്. എന്നിട്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അതിനെ ഇതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അവളത് അറിഞ്ഞു കാണില്ലേ ഇവന്? അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്താ. പക്ഷേ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഇതുപോലൊരു പെണ്ണ് കേസാണെന്ന് ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നീ വാ, ഈ പരിസരത്ത് അധികം നേരം നിൽക്കണ്ട. നമുക്ക് കഴിക്കാൻ വല്ലതും വാങ്ങിച്ചൊരു വീട്ടിലേക്ക് പോവാം. അതെന്താ, നിനക്ക് വീട്ടിൽ ഫുഡ് കാണും? എടാ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതല്ലേ പിന്നെ. ഇനി ആരെങ്കിലും എനിക്ക് അവിടെ ഫുഡ് ഉണ്ടാക്കി വെക്കുമോ? ആ, അത് ശരിയാണല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ ഫുഡ് വാങ്ങിച്ചിട്ട് വിട്ടോ. ഞാനേ 2 കൂടി അടിച്ചിട്ട് ഓട്ടോ വിട്ടേക്ക്. അത് വേണോ വിനയ? ഈ ഒരു മൂഡ് പോരാ. ഈ മൂടൊന്നും പോരാ. കുഴപ്പമില്ലടാ, എപ്പോഴെങ്കിലും അല്ലേ ഉള്ളൂ. എന്നാ ശരി, കാണാം. അയ്യോ, 10:15 ബൈ ബൈ ബൈ, ഗുഡ് നൈറ്റ്.